20 Palestinians were killed in an Israeli strike on a school in Deir el-Balah. While Russian and Chinese bombers spotted on Wednesday flying together. Lebanese movement Hezbollah after the attack on Israeli occupied Golan Heights on the weekend that killed 12 children. Sophisticated weapons that could reach deep into Israel. So this is thought that even if there were some sort of escalation on the Israeli side, നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ്, നിത്യദൈവം, ഭൂമിയുടെ അറുതികളിലെ സൃഷ്ടാവ്, അവന് ക്ഷീണമോ തളർച്ചയോ ഇല്ല. അവന്റെ ബുദ്ധിവൈഭവം അനന്തമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് താങ്ങാകുന്നു, ബലഹീനർക്ക് ശക്തി പകരുന്നു. യുവാക്കൾ മുറിവേറ്റവരും ക്ഷീണിതരുമാകിയാൽ കുരുന്നുകൾ വരെ ഇടറിപ്പോകും. എന്നാൽ കർത്താവിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവരുടെ ശക്തി പുതുക്കപ്പെടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ തളരാതെ പറന്നുകയറും. അവർ ക്ഷീണിക്കുകയില്ല, നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ രാജ്യത്തിന്റെ ആധിപത്യം ആർക്കും അംഗീകരിക്കാനാവില്ല. അധികാരം വിജയവും ഞങ്ങളുടേതാണ്. അധികാരം ലഭത്തിന്റെ പാവങ്ങളെ പിച്ച് ചീന്തിയവരാ നിങ്ങൾ. സമാധാനത്തിന് വേണ്ടി നിങ്ങളെ നശിപ്പിക്കാൻ പോലും ഞങ്ങൾ മടിക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യത്തെക്കാൾ വലുതല്ല ഒന്നും. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ അടിത്തറയാണ്. അടിത്തറ പോലും അടിത്തറ. ഞങ്ങളുടെ അമ്മ പെങ്ങന്മാരുടെ മാനത്തിന് വിലയിട്ട നിങ്ങളുടെ രാജ്യത്തിന് എന്തടിത്തറയാണുള്ളത്? നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ? നിങ്ങളുടെ വിശപ്പുണ്ടാവും ഇതുവരെ തീർന്നില്ലേ? എന്തിനു വേണ്ടിയാ നിങ്ങൾ പോരിടുന്നത്? ഇതാ എന്റെ കയ്യിൽ ഈ 2 റൊട്ടി കഷ്ണം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എന്റെ അമ്മ മരിച്ചു കിടന്നെടുത്ത് എടുത്തുകൊണ്ട് വന്നു. ഇതാ ഇത് കഴിച്ചിട്ടെങ്കിലും നിങ്ങൾ അടങ്ങാത്ത വിശപ്പിന് അറുതി വരുത്തും. നിങ്ങൾ എന്റെ അമ്മയും പെങ്ങളെ കൊന്നു കളഞ്ഞില്ലേ? പാവങ്ങളായിരുന്നില്ലേ അവർ? നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന നാശത്തിന്റെ വില എന്തെന്ന്? സഹായരെ പിടഞ്ഞു മരിക്കുന്നവർക്കിടയിൽ ഒരുപക്ഷെ ഞാനും മരിച്ചു പോയേനെ. പക്ഷേ എവിടെ നിന്നോ വന്ന ഒരു കരം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്റെ മുറിവുകൾ വെച്ച് കെട്ടി എനിക്ക് വെള്ളം തന്നു. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. നിങ്ങൾ ഇവിടെ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുമ്പോൾ അവൻ രക്ഷിക്കുന്നു. അവൻ നിങ്ങൾക്കിടയിൽ എവിടെയോ ഉണ്ട്, ജീവന് വേണ്ടി.
എനിക്ക് അമ്മ ഷർട്ടാ. നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് എനിക്ക് അമ്മ വന്ന ഷർട്ടാ. അവന്റെ ജീവിതത്തിൽ കൊണ്ടോ നീ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് അമ്മ വന്ന ഷർട്ടല്ലേ അത്? എന്റെ മക്കള് തിരിച്ചടിക്കണ നിന്റെ സഹോദരൻ ആബേൽ എവിടെ? നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കണേ? അവൻ ഇപ്പൊ തന്നെ പേടിച്ചു നിൽക്കുക. നീ അവനെ വഷളാക്കുന്നേ. നീ നിന്റെ മകനും എന്റെ ചെയ്യ. മോനെ, നീ പേടിച്ചു പോയോടാ? അവന് കുഴപ്പമൊന്നുമില്ലടാ. അമ്മേ, ഞാൻ തല്ലിയപ്പോ അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാനൊരു കൊലപാതകയാകില്ലായിരുന്നു അമ്മേ. ആകുമായിരുന്നടാ. കൊലപാതകം ഏറ്റവും നീചമായ പാപം. ഒരുവന്റെ ജീവൻ എടുക്കുന്നത് ഏറ്റവും വലിയ പാപമായിട്ടാ ദൈവസന്നിധിയിൽ കാണുന്ന. ദൈവത്തിന്റെ ഹൃദയത്തെ ഇത്രമാത്രം മുറിപ്പെടുത്തുന്ന മറ്റൊന്നില്ലടാ ഭൂമിയിൽ. നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക്, ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നു. നമ്മുടെ പട്ടാളക്കാരെ അവർ കൊന്നൊടുക്കുന്നു. രാജ്യത്തിന് വേണ്ടി പോരാടാൻ, നമ്മുടെ രാജ്യത്തിന്റെ യശസ്സുയർത്താൻ ഈ നാട്ടിലെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാ യുവാക്കളും നിർബന്ധമായും സ്റ്റേറ്റ് ഗവർണറിന് മുമ്പിൽ ഒപ്പുവെച്ച് സൈന്യത്തിൽ ചേരണമെന്ന് കൽപ്പിക്കുന്നു. നീ കേട്ടില്ലേ പുതിയ ഉത്തരവ്? ഞാൻ കേട്ടിരുന്നു. എന്റെ സുഹൃത്ത് ഗ്രിഗറി നിനക്കറിയത്തില്ലേ? അവനൊരു എടുത്തുചാട്ടക്കാരനായിരുന്നു. യൂണിഫോം ഇട്ട് നിൽക്കുമ്പോ സ്വയം അഭിമാനിച്ചിരുന്ന വലിയ യോദ്ധാവ്. അവസാനം അവന്റെ ജീവൻ മലഞ്ചെരുവിൽ പുല്ലും മണ്ണും കയറി തീർന്നു. ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോകുന്നു. നീ എന്ത് ഭ്രാന്താണ് ഈ പറയണേ? നീ ശരിക്കും ആലോചിച്ചോ? ആലോചിച്ചിട്ട് തന്നെയാ. നമുക്ക് വേണ്ടി എത്ര പട്ടാളക്കാരെ യുദ്ധത്തിൽ ഇവിടെ മരിച്ചു വീഴുന്നേ. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു വീഴുമ്പോ അവരുടെ മരണത്തിന് നീയും ഉത്തരവാദിയാണെന്ന് ഓർക്കണം. അത് നമ്മൾ പഠിച്ച കൽപ്പനയ്ക്കെതിരാണ്. ഞാൻ ആരെയും കൊല്ലാനൊന്നും അല്ല പോകുന്നത്.
എനിക്കൊരു മെഡിക്കാവണം. ജീവൻ എടുക്കാനല്ല, രക്ഷിക്കാൻ. നീ ഒരു എടുത്തുചാട്ടക്കാരനാണ്. അല്ല അപ്പ, ഇത് എടുത്തുചാട്ടമൊന്നുമല്ല. എന്റെ മനസാക്ഷിയിൽ നിന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്. ദൈവത്തിന്റെ ഹിതം. ഇനി അത് മാറ്റാൻ ആർക്കും ആവില്ല. सुपरफास्ट स्वर्ग जयंती एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रही है। Your attention please. Train number 12804 Superfast Swarg Jayanti Express will be arriving shortly on from platform number 3. चाय भाई साहब चाय पे മോനെ ധൈര്യമായി പോയി വാ. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ധൈര്യമായി പോയി വാടാ. ശരി. ഒന്നിങ്ങ് വരെ വന്നേ. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇത് ബൈബിൾ. മരണത്തിൻ്റെ അല്ല, ജീവന്റെ പുസ്തകം. ഇതെന്നും നിന്റെ കൂടെ ഉണ്ടാകണം. പോയി വാടാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. പക്ഷേ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ മകൻ പീറ്ററിനെയാണ്. അവനും പോവാ പട്ടാളത്തിൽ ചേരാൻ. എനിക്ക് അവനെ നഷ്ടപ്പെടുവോ? ഇത് പറ്റി പറയണ്ട. എനിക്ക് മനസ്സിലായി. എൻ്റെ മകനും പട്ടാളത്തിലാണ്. ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും ഉള്ളിൽ ആദ്യ
വാർദ്ധക്യത്തിൽ മകന്റെ ശവമഞ്ചൽ ചുമക്കുന്നിടത്തോളം വേദനയുള്ള മറ്റെന്താണുള്ളത്? താങ്കളുടെ മകൻ എവിടെയാ? അവൻ പട്ടാളത്തിൽ ചേർന്നിട്ട് 8 വർഷമായി. ഇപ്പം അവനവിടെ സീനിയർ കമാൻഡർ ഓഫീസറോ അങ്ങനെ കണ്ടൊക്കെയാ. കൂടെയുള്ളവർ മേജർ എന്ന് വിളിക്കും. അപ്പൊ അവന് വലിയ അഭിമാനമാണ്. പക്ഷേ ഞങ്ങൾക്കെന്നും ആദി മാത്രമാ. ആദി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന്റെ അമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതെന്നും അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവൻ എന്ത് അപകടം ഉണ്ടായാലും അവനെ രക്ഷിക്കാൻ ആരെങ്കിലും ഒക്കെ വരും. നമ്മൾ വന്നിട്ട് 2 ദിവസമായി. നാളെ ട്രെയിനിങ് ഒക്കെ തുടങ്ങും. ചിലപ്പോൾ ഇത് അവസാനത്തെ ചീട്ടുകളിയായിരിക്കും. ഇതിലെങ്കിലും ജയിക്കാൻ നോക്കടാ. ഫണ്ണാണോ മോനെ? ഒന്നും നിർത്തടാ. ക്യാമ്പിലാ വന്നിരിക്കുന്ന ബോധം പോലും എടുക്കുന്നില്ല. നിന്റെ തലയുണ്ടല്ലോ പൊട്ടിച്ചെതറിക്കുകയുണ്ടേ. ആ പീറ്റർ നോക്കി, അവൻ ആ കൊച്ചു ദിവസം വായിച്ച് വികാരപ്പെട്ടിരിക്കുന്ന കണ്ടില്ലേ? ഏടാ പോടാ, അത് പോയി മേടിക്കടാ. നീ എന്തായി കാണിക്കുന്നേ? അതിങ്ങ് തന്നെ. Come on man, let's enjoy the Bible. കൊച്ചു പുസ്തകം വായിച്ചിട്ട് എന്താണ് കാര്യം? കൊച്ചു പുസ്തകമോ? ഇത് വിശുദ്ധ ബൈബിളാ. ഇതാ എന്റെ നിയമം. നീ അതിങ്ങ് തന്നെ. ഒരു കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്നാ ഇത് പറയുന്നത്. ഇവരിതുവരെ പറ്റിയിട്ടാണ്. മറ്റൊരാളുടെ കരണം തടിക്കാതിരിക്കാനെങ്കിലും ഇതുകൊണ്ട് എനിക്ക് പറ്റും. അയ്യടാ, പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യാനാ നീ പറയുന്നത്? പാകിസ്ഥാൻ പട്ടാളത്തെ ഉമ്മ വെച്ചോ? മോനെ, നീ ഇത് കണ്ട? ഇതിങ്ങനെ എടുത്തിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് ചങ്കത്ത് വെച്ചിട്ട് കെട്ട 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 കെട്ടേ പൊട്ടിക്കാറവാ. അല്ലാതെ ഈ ബൈബിളൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ലെന്ന്. നിർത്തടാ. പാതിരാത്രിയാണ് ഫിലോസഫി. ലൈറ്റ് ഓഫ് ആക്കണ. എല്ലാരും പെട്ടെന്ന് വാ. എന്നാ ബെസ്റ്റാ. അതിർത്തിയിലാന്ന് വിചാരിച്ചു. എടാ മോനെ, ഹാപ്പി ബർത്ത്ഡേ. Ni mama ada ale
பத்தாவது பாட்டில் நான் குடிக்க அண்டால கண்டா சேசடிக்க கேட்டா வெட்டி கொண்டாங்கடா என் பசி நான் தண்ணிக்க ആ മഹാമനസ്കന്, ആ വിശാല ഹൃദയനെ, ആ സ്നേഹ സമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് പുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇറുതി കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീനായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേ നൊന്താൽ വേറാരും വേണ്ടിമാറ് ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. I said attention. Soldiers, ഇന്നു മുതൽ നമ്മുടെ പരിശീലനം ആരംഭിക്കുകയാണ്. ഇനി ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ ചിന്ത മാത്രം, രാജ്യത്തിന് വേണ്ടി ശത്രുവിനെ നശിപ്പിക്കുക. Do you get me? Yes sir. Louder. Yes sir. Louder. Yes sir. നിങ്ങൾക്കിനി കുടുംബമില്ല. And this is your family. Understand? Yes sir. Now go and take your gun. This gun is going to be a better half. Peter! Sir! Where is your better half? ക്ഷമിക്കണം സർ, ഞാൻ തോക്കെടുക്കത്തില്ല. What? Are you crazy? പിന്നെ താനെന്നെ മാങ്ങ അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കണേ. Sir, I cannot do it. സ്റ്റേറ്റിന് മുമ്പിൽ പട്ടാള ജോലിക്ക് വേണ്ടി ഒപ്പുവെച്ച് നൽകിയിട്ട് കമാൻഡർ ഓഫീസർ അനുസരിക്കാതിരുന്നാൽ you have to face the cold, Mr. Peter. Sir, ഇവിടെ നടക്കുന്ന എന്ത് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് I can prove my efficiency, but I cannot touch a gun, sir. തോക്കെടുക്കാതെ മറ്റ് ടെസ്റ്റുകൾ പാസ്സായിട്ട് എന്ത് കാര്യം മിസ്റ്റർ പീറ്റർ? സർ, നമ്മുടെ ഈ ബറ്റാലിയൻ മെഡിക്കൽ അസിസ്റ്റന്റുമാർ ഏറ്റവും കുറവുള്ള ഒന്നാണ്. ഇവിടെ യുദ്ധരംഗത്ത് ഒരു മെഡിക്കൽ അസിസ്റ്റന്റായി മുഴുവൻ സമയവും സഹായിക്കുവാൻ എനിക്ക് സാധിക്കും സർ. മറ്റൊരാളുടെ ജീവൻ എടുക്കാതെ അത് രക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കോടതിയെയും സമീപിക്കുവാൻ ഞാൻ തയ്യാറാണ് സർ. Oh, are you teaching me? Soldiers, I think he will be a burden for your team. Peter, go out. Sir? Get out now! Yes, sir!
Soldiers! രക്തത്തിന്റെ മണമാണ്. ശത്രുക്കൾ എതിരാളികളെ യുദ്ധഭൂമിയിലേക്ക് വിളിക്കുന്നതിന് സൂചനയാണിത്. ഇത് തിരസ്കരിക്കാൻ നമുക്കാവില്ല. ദാ നോക്കൂ, ആ കാണുന്നതാണ് നമ്മെ കാത്തിരിക്കുന്ന ഗോലിയാത്ത്. Mary, full of grace, the Lord is with you. Just stop it! നമ്മുടെ മുമ്പിൽ രണ്ടവസരങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ വിജയം, അല്ലെങ്കിൽ മരണം. അല്ലാതെ പ്രാർത്ഥന കൊണ്ടൊന്നും ഒന്നും സംഭവിക്കുകയില്ല. Understand? Yes, sir. We don't have the time to waste. Now take the positions. ദാവീദ് പ്രതിവചിച്ചു, നീ വാളും കുന്തവും ചാട്ടവാറുമായി എന്നെ എതിരേൽക്കാൻ വരുന്നു. എന്നാൽ ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം ഇന്നറിയും. Lord, please be with us today.
സംസാരിക്കൂ ജാക്ക്, സംസാരിക്കൂ. പീറ്റർ, അവനെ ബോധം കെടുത്തു. നോക്കി നിൽക്കാൻ സമയമില്ല. Just look at me, Peter. മുറിവേറ്റവും നമുക്ക് ബാധ്യതയാണ്. Just obey my command. എന്റെ കുടുംബം, എന്റെ മക്കൾ. ഞാൻ എവിടെ പോകുന്നില്ല ജാക്ക്. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. Get up. Sector! Sector! എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ മരണം ഞാൻ കാണുന്നു. അപ്പം പറഞ്ഞതുപോലെ ഞാനോടെ അവസാനക്കാരനാവുന്നു. മകനെ, ഇത് മരണത്തിന്റെ അല്ല, ജീവന്റെ പുസ്തകമാണ്. എന്റെ ബൈബിൾ, നിങ്ങൾക്ക് എന്ത് പറ്റി പീറ്റർ? ഞാൻ കണ്ടു. എന്റെ മരണം ഞാൻ കണ്ടു. പീറ്റർ, അവരെന്നെ കുത്തിക്കൊന്ന്. പീറ്റർ, തോക്ക് നിന്റെ കയ്യിലില്ലേ? അത് നിന്നെ കടിക്കത്തൊന്നുമില്ല. തോക്ക് നിനക്ക് എന്തറിയാം ജാക്ക്? എന്റെ അപ്പൻ മുഴുക്കുടിയനായിരുന്നു. എന്റെ അപ്പൻ ദിവസവും മൂക്കറ്റം കുടിച്ച് എന്നെ എന്റെ അനിയനെയും അത് തല്ലും. കുറെ കൊണ്ടു. പക്ഷേ അതെന്റെ അമ്മയുടെ നേർക്കായി പോട്ടല്ലോ. നീ നിന്റെ അപ്പനെ കൊന്നല്ലേ?
ഞാൻ അയാളെ കൊന്നു. എന്റെ മനസ്സിൽ ഞാൻ അയാളെ കൊന്നു. കഴിഞ്ഞത് കഴിഞ്ഞ്. ഇവനില്ലായിരുന്നെങ്കിൽ നമ്മളത് ജീവനോടെ കാണത്തില്ലായിരുന്നു. നിങ്ങൾ ഈ പീറ്ററിനെ പൊക്കി പിടിച്ചോണ്ടിരുന്നു. ഇവന്റെ വിശ്വാസം ശൂന്യമാണ്. അത് നോക്കിയിരുന്നാൽ നമ്മൾ വിഡ്ഢികളായി തീരും. ഇനിയുള്ള മണിക്കൂറിൽ എന്തും സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും we stand for the victory. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ നിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൻ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. രക്ഷപ്പെട്ടോളൂ. ഞാൻ മരിച്ചു. ഇല്ല ഇല്ല സാർ, ഞാൻ എവിടെയും പോകുന്നില്ല. ഇത് ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാം. ഇല്ല, ഞാൻ എവിടെയും പോകുന്നില്ല. Dragon 2, Dragon 2, this is Charlie 1. We need emergency pickup. We need emergency pickup. Sir, a little more time. Chopper is on the way. Sir, എനിക്ക് പേടിയാവുന്നു പീറ്റർ. എന്റെ അപ്പൻ, എന്റെ മക്കൾ. ഒന്നുകൊണ്ടും പേടിക്കാതിരിക്കും. ഇത് വിശുദ്ധ ബൈബിളാ. മരണത്തിന്റെ അല്ല, ജീവന്റെ പുസ്തകം. ഇത് കൈപിടിക്കൂ. ഇത് നിങ്ങളെ രക്ഷിക്കും.
Lord, I am tired. But please help me to get one more. Just one more. I just kept praying, Lord, please help me get one more. When I got this, I said, Lord, please help me get one more. I would say anyone is wrong to try to compromise somebody's conviction. I don't care whether it's army or what it is. When you're under conviction, that is not a joke. That's what you are.